ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അനുഗ്രഹത്തിനുമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കഴിഞ്ഞ 10-ലധികം വർഷമായി ജീസസ് ഈസ് അലൈവ് എന്ന പ്രോഗ്രാമിലൂടെ മാന്യ പ്രേക്ഷകർ വിവിധ ടെലിവിഷൻ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കാണുകയും കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹകരണത്തിനും സ്നേഹത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയെയും ബഹുമാനത്തെയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വിടുതലിന് ശുശ്രൂഷയും കൊട്ടാരക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്നതിനാൽ എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ വചനത്താലും അനേക പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും സമാധാനവും ആശ്വാസവും ലഭിക്കുന്നതിനാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇത് ഡിസംബർ മാസമാണ്, ക്രിസ്മസിൻ്റെ സമയമാണ്. ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയും യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയും ഓർക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായി ജനിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ ഒരിക്കൽ മടങ്ങി വരും. കർത്താവിൻ്റെ വരവ് വേഗത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു വചനമാണ് നിങ്ങളോട് ഈ എപ്പിസോഡിലൂടെ ഞാൻ സംസാരിക്കുന്നത്. നിശ്ചയമായിട്ടും എനിക്കറിയാം, മനസ്സിന് സമാധാനമില്ലാതെയും ജീവിതത്തിൽ വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരും ഇപ്പോൾ എന്നെ കാണുന്നുണ്ട്. ദൈവമേ, എന്നോടൊന്ന് സംസാരിക്കണമേ, നിൻ്റെ വചനത്തിലൂടെ എന്നോടൊന്ന് ഇടപെടണമേ, എൻ്റെ വിഷയത്തിൽ നീ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ ഇപ്പോഴെന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് നിശ്ചയമായും ഇന്ന് വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി ഇടപെടും എന്നെനിക്കറിയാം. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. 16-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. വളരെ സിമ്പിളായി, വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്യമാണിത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട്. പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിലൂടെ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് കർത്താവിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതെ, ദൈവപുത്രനായ യേശു നിങ്ങൾക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള, നിങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള, നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിവുള്ള, നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ അധികം മതിയായവനായ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് ഒരു ടെൻഷൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളെ സൗഖ്യമാക്കാൻ കഴിവുള്ള,
നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാൾ, ശക്തനായൊരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ചു തരാൻ കഴിയുന്ന, ഭയങ്കര ഹോൾഡുള്ള, അധികാരമുള്ള, ശക്തിയുള്ള ഒരു വലിയ മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. എന്നാൽ ഓർക്കുക, നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവല്ല. നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ലോകത്തിലെ വാക്കുമാറുന്ന ഒരു മനുഷ്യനല്ല. യേശു നമുക്ക് വേണ്ടിയുണ്ട്. എന്താണ് യേശുവിൻ്റെ പ്രത്യേകത? ആകാശവും ഭൂമിയും മാറിയാലും തൻ്റെ വാക്ക് അവൻ മാറ്റുകയില്ല. അടുത്ത വാക്യത്തിൽ നമുക്ക് യേശുവിനെ കുറിച്ച് കാണാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ ബലഹീനതയിൽ അവൻ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ അല്ലെങ്കിൽ വ്യക്തിപരമായ ബലഹീനതകളുണ്ട്, കുറവുവശങ്ങളുണ്ട്. നമ്മുടെ കുറവുകളെ പലപ്പോഴും മനുഷ്യൻ എടുത്തുയർത്തി വിമർശിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മാത്രം നമ്മൾ 100 നന്മ ചെയ്താലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുറവ് നമ്മളിൽ സംഭവിച്ചാൽ ആ 100 നന്മകളെയും മറന്നിട്ട് നമ്മളിൽ സംഭവിച്ച ആ തിന്മയെ മാത്രം എടുത്തുയർത്തി അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മനുഷ്യർ സംസാരിക്കാറും വിമർശിക്കാറും കളിയാക്കാറും ഒക്കെയുണ്ട്. എന്നാൽ എൻ്റെ മാന്യ പ്രേക്ഷകരെ, ബഹുമാനരായ ദൈവദാസന്മാരെ, മാതാപിതാക്കളെ, നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. നമുക്ക് എവിടേക്കാണ് നമ്മുടെ വീക്ക് പോയിന്റ്സ്, എവിടേക്കാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, എവിടേക്കാണ് എന്നറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. അടുത്ത വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ അവൻ സഹതാപം കാണിക്കുന്നവനാണ്, മനസ്സലിയുന്നവനാണ്. മനുഷ്യൻ നമ്മുടെ ബലഹീനതകളെ എടുത്തുയർത്തി വിമർശിക്കുകയും നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ കളിയാക്കാത്തൊരു ദൈവം നമുക്കുണ്ട്, നമ്മളെ വിമർശിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്താത്തൊരു നല്ല യേശു നമുക്കുണ്ട്. അവൻ നമ്മളോട് സഹതാപം കാണിക്കുന്ന ദൈവമാണ്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന് 33.5 വർഷം ജീവിച്ചപ്പോൾ പാപം ഒഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തവരുണ്ട്, യേശു കർത്താവിൻ്റെ ദൈവീകത്വത്തെ ചോദ്യം ചെയ്തവരുണ്ട്, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തവരുണ്ട്. നീ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് വിമർശിച്ചവരുണ്ട്. നീ ഒരു ശമര്യൻ, നിന്നിൽ ഭൂതമുണ്ടെന്ന് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിനോട് പറഞ്ഞവരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവനറിയാം വിമർശനത്തിൻ്റെ വേദന, അവനറിയാം തിരസ്കരണത്തിൻ്റെ വേദന, യേശുവിനറിയാം കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടലിൻ്റെയും വേദന. പാപമൊഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 53-ാം അധ്യായത്തിൽ യെശയ്യാ പറയുന്നില്ലേ, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, അവൻ വ്യസനപാത്രമായി, അവൻ ത്യജിക്കപ്പെട്ടു. അപ്പോൾ റിജക്ഷൻ്റെ ആ തിരസ്കരണത്തിൻ്റെ വേദന യേശു കർത്താവിന് അറിയാം. ഇപ്പോൾ എന്നെ കാണുന്ന ചിലർ, അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരമുണ്ട്, അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുണ്ട്. അവരായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഒറ്റപ്പെടുന്നുണ്ട്, പലയിടത്തും അവർ റിജക്ഷൻസ് അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കളിൽ നിന്ന്, സഭയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, കൂട്ടുപ്രവർത്തകരിൽ നിന്നൊക്കെ അവർ വല്ലാത്ത റിജക്ഷൻസ് അനുഭവിക്കുമ്പോൾ, എൻ്റെ പ്രിയ സ്നേഹിത, എൻ്റെ പ്രിയ സഹോദരി, സഹോദര, മാതാപിതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ആ റിജക്ഷൻ്റെ പെയിൻ യേശു കർത്താവിന് നന്നായിട്ട് അറിയാം. വചനത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്നു, പാപമൊഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. 16-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കലേക്ക് ചെല്ലുക. കരുണ ലഭിക്കുവാൻ, അതെ, വചനം പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ആ കൃപാസനത്തിനരികിലേക്ക് നമ്മൾ വരിക. യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഇന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, അകന്ന് നിൽക്കരുത്. സാഹചര്യങ്ങൾ നിമിത്തമോ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിമിത്തമോ, എന്തെങ്കിലും അവസ്ഥകൾ നിമിത്തം നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. നിങ്ങളുടെ പിണക്കം ദൈവത്തോട് തീർക്കല്ല്, നിങ്ങളുടെ വേദന ദൈവത്തോട് തീർക്കല്ല്. ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല, ഞാനിനി ചർച്ചയിൽ പോകുന്നില്ല, ഞാനിനി ആരാധിക്കുന്നില്ല, ഞാനിനി ബൈബിൾ വായിക്കുന്നില്ല, എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചിന്തിച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലല്ല്. കാരണം അതാണ് പിശാച് ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുക, നിങ്ങളെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുക, നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് അകറ്റുക. ഇതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്, അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം അതാണ്.
എന്നാൽ യാക്കോബ് 4:8 വായിക്കുന്ന പോലെ ദൈവത്തോട് അടുത്തു വരിക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ആ കരുണ ലഭിക്കുവാനായി കൃപാസനത്തിനരികിലേക്ക് വരിക. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞാൻ നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതാണ്, ഞാൻ നിൻ്റെ സന്നിധിയിൽ കരയാതെ പ്രാർത്ഥിക്കാതെ പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ കാരണം. എന്നാൽ ആ കരുണ ലഭിക്കുവാൻ, എന്നെ സഹായിപ്പാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ആ കൃപാസനത്തിനരികിലേക്ക് ഞാൻ വരികയാണ്. എന്താ വന്നാൽ സംഭവിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നു, തക്ക സമയത്ത് സഹായിപ്പാനുള്ള കൃപ ലഭിക്കേണ്ടതിന്. എന്നെ കാണുന്ന മാന്യ പ്രേക്ഷകരോട്, ചില വ്യക്തികളോട് ഞാൻ വചനത്തിൽ നിന്ന് പറയുന്നു, ദൈവം നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാനും, നിങ്ങൾ മാനിക്കപ്പെടുവാനും, നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമായി തീരുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പറയുന്നു, ആരും എന്നെ സഹായിക്കാനില്ല, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരും വാക്ക് മാറി. പക്ഷേ ആ വ്യക്തിയോട് വ്യക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം നിങ്ങളെ സഹായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങളെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും. നിങ്ങൾ നോക്കിയേ, ഇതേ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 24-25 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായർ 8:25 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സദാ ജീവിക്കുന്നവനാണ്. എന്തിനാണ് അവൻ ജീവിക്കുന്നത്? യേശുക്രിസ്തു മുഖാന്തരമായി, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥത അണയ്ക്കുന്നു. നിങ്ങൾ ഓർക്കണം, മധ്യസ്ഥൻ ഒന്നേ ഉള്ളൂ. വി ആർ ഓൺലി വൺ മീഡിയേറ്റർ, ഹിസ് നെയിം ഈസ് ജീസസ്. അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അവൻ തന്നെ താൻ ജീവനെ മറുവിലയായി തന്ന ക്രിസ്തുവേശു തന്നെ എന്ന് വചനത്തിൽ വായിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ പ്രത്യേകത? അവൻ സദാ ജീവിക്കുന്നവനാണ്. 2, അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. എന്നെ കാണുന്ന മാന്യ പ്രേക്ഷകരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ രോഗിയാണോ? നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശുവിന് കഴിയും. നിങ്ങൾ കടഭാരത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണോ? ഈ വചനത്തിലൂടെ ഞാൻ പറയട്ടെ, നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങൾ പാപത്തിൻ്റെ പിടിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങൾ മദ്യപാനത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ? അതിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലേ? നിങ്ങൾ ബന്ധിക്കപ്പെട്ടവനെ പോലെ, എവിടെയോ ബ്ലോക്കായി കിടക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കുന്നുവോ? നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഓർക്കുക, അവൻ എന്നെ സഹായിക്കുന്നവൻ മാത്രമല്ല, അവൻ എന്നോട് കരുണ കാണിക്കുന്നവൻ മാത്രമല്ല, അവൻ എന്നെ പൂർണ്ണമായി, യേശു എന്നെ പൂർണ്ണമായി എല്ലാറ്റിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ ഈ വചനത്തിലൂടെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ അവനിൽ വിശ്വസിച്ചാൽ, നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. നിങ്ങൾ കരഞ്ഞാൽ അവൻ്റെ കണ്ണ് നിറയും, നിങ്ങൾ വേദനിച്ചാൽ അവൻ്റെ ഉള്ളം പിടയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി നമ്മുടെ സമയത്തെ കളയരുത്. നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക, കൃപാസനത്തിനരികിലേക്ക് വരിക. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരാലോചന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അത് വളരെ പ്രയോജനം ചെയ്യും. കർത്താവിനോട് ഇന്ന് രാവിലെ സംസാരിച്ച ഒരു ആലോചനയാണ്, ഒരു ദൂതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമായി 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഒരു പദമുണ്ട്, ശത്രുക്കൾ കാണുകെ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു. അപ്പോൾ ശത്രുക്കളുടെ മുൻപിൽ ദൈവം ഒരുക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ടേബിളുണ്ട്, ഒരു മേശയുണ്ട്. നിങ്ങൾ ഓർക്കണം, നിങ്ങളാകുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മേശ അനുഗ്രഹത്തിൻ്റെ മേശ തന്നെയാണ്, വിടുതലിൻ്റെ മേശയാണ്, സമൃദ്ധിയുടെ മേശയാണ്, നന്മയുടെ മേശയാണ്.
ദൈവം ഒരുക്കുന്നത്. തിന്മയൊന്നും എൻ്റെ ദൈവത്തിൽ നിന്ന് വരത്തില്ല. എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരത്തിലെ പിതാവിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ വരത്തുള്ളൂ, തിന്മയൊന്നും വരത്തില്ല. അവൻ ഒരുക്കുന്ന മേശ നന്മയുടെ മേശ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ശത്രുക്കൾ കാണുകെ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു. ദൈവം ഒരുക്കിയിരിക്കുന്ന മേശയിലേക്ക്, ആ നന്മയുടെ മേശയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം ഒരുക്കിയ, നിങ്ങൾക്ക് വേണ്ടി തുറന്ന വാതിലിൽ, വഴിയിൽ ഒരുക്കിയ നന്മയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം ഒരുക്കിയ മേശയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന മേശയിലേക്ക് ശത്രുക്കൾ നോക്കിക്കോളും. അവർ നോക്കി അതിൽ നിൽക്കട്ടെ. നിങ്ങൾ ശത്രുവിനെ നോക്കിയാൽ, ശ്രദ്ധിക്കുക, നിങ്ങൾ ശത്രുവിനെയും പ്രതികൂലത്തെയും പ്രതിസന്ധിയെയും നോക്കിയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മേശ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന മേശയിലേക്ക്, നന്മയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശത്രുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പലർക്കുമുള്ള പ്രശ്നം, അവർ ശത്രുക്കളെയും പ്രതിസന്ധികളെയും പോരാട്ടങ്ങളെയൊക്കെ നോക്കി നിൽക്കുന്നത് കൊണ്ട് ദൈവം ഒരുക്കിയ മേശ അവർക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നന്മയുടെ മേശയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ അതിൻ്റെ പുറകെ പോകത്തില്ല. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ നോക്കി, ഇവരിങ്ങനെ നോക്കി. നെവർ ഡു ദാറ്റ്. നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ദൈവം ഒരുക്കിയിരിക്കുന്ന മേശയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിലുകളിലേക്ക് ശ്രദ്ധിക്കൂ. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ എറിയാൻ കല്ലെടുത്തവരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശുവിനെ എറിയാൻ കല്ലെടുത്തവരുണ്ട്. കർത്താവ് അവരുടെ കയ്യിലെ കല്ലെണ്ണും അല്ലായിരുന്നു. യേശു ക്രിസ്തു 9-ാം അധ്യായം 1-ാം വാക്യം യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. യേശുവിനെ എറിയാനായിട്ട് അവർ കല്ലെടുത്ത് പിടിച്ച് നിൽക്കുമ്പോഴും യേശു നോക്കിയത് അവിടെ വല്ല കുരുടനോ ജഗടനോ ഇരിപ്പുണ്ടോ എന്നാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് എറിയാൻ കല്ലുമായി നിൽക്കുന്നവനോട് തെളിയിക്കാനും അവൻ്റെ കല്ലെണ്ണാനും അല്ല. യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാനാണ്. ഞാൻ നിങ്ങളോട് ആ വചനത്തിൽ നിന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, എറിയാൻ കല്ലുമായി നിൽക്കുന്ന 1-2 എണ്ണ എല്ലായിടവും കാണും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. മറുഭാഗത്ത് നിങ്ങളുടെ ഒരു കൈവപ്പിന് വേണ്ടി നിങ്ങളെ ഒന്ന് കാണാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ലക്ഷക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാർക്കൊരു അനുഗ്രഹമാണ്. എന്നെ കാണുന്ന പ്രിയ ദൈവദാസനോട്, കുടുംബത്തോട് പരിശുദ്ധാത്മ പറയുന്നു, ആ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയോട് കർത്താവ് പറയുന്നു, നിങ്ങൾ 10,000-ങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങളെ കൊണ്ട് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയുടെ മേശയിലേക്ക് ശ്രദ്ധിക്കൂ. ശത്രുവിനെ ശ്രദ്ധിക്കാതിരിക്കൂ. ശത്രു നിന്റെ മേശ കാണട്ടെ, അവർ അവിടെ നിന്ന് നോക്കട്ടെ. പക്ഷേ ശത്രുവിനെ നോക്കി നിന്നാൽ ദൈവം ഒരുക്കിയ മേശ കാണാൻ പറ്റത്തില്ല. ശത്രുക്കൾ കാണുകെ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു. എന്തിനാണെന്നറിയാമോ? ആ മേശയിൽ നിന്ന് എല്ലാ നന്മയും ഞാൻ അനുഭവിക്കേണ്ടത്, എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അനുഭവിക്കേണ്ടത്. ഇപ്പോൾ എന്നെ കാണുന്ന ആ കുടുംബത്തോട്, വ്യക്തികളോട് കർത്താവ് പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആ അനുഗ്രഹം അനുഭവിക്കാനാണ്, നന്മ അനുഭവിക്കാൻ. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നന്മ അനുഭവിക്കുവാൻ, അനുഗ്രഹം അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൃപാസനത്തിന് അരികിലേക്ക് വരിക, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക. പ്രൈസ് ഗോഡ്. വചനം പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നു. 2, നമ്മളോട് കരുണ കാണിക്കുന്നു. 3, നമ്മളെ സഹായിക്കുന്നു. 4, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ധൈര്യത്തോടടുത്ത് ചെല്ലുക. ധൈര്യത്തോടടുത്ത് ചെല്ലുക. നിങ്ങളുടെ കോൺഫിഡൻസിനെ കളയാൻ, നിങ്ങളുടെ ആ മനസ്സിലുള്ള ആ സന്തോഷത്തെ ഇല്ലാതാക്കാൻ പിശാച് ഓരോന്ന് നിങ്ങളുടെ ചെവി പറയും. ശ്രദ്ധിക്കുക പോലും ചെയ്യരുത്. പിശാച് ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പനുമാണ്. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആമീൻ. ഇവിടെ എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യം നിങ്ങൾ വായിക്കുക. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ ശക്തനാകുന്നു. പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു പ്രാപ്തനാണ്. നിങ്ങളെ അവൻ പൂർണ്ണമായി രക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവൻ പൂർണ്ണമായി രക്ഷിക്കുന്ന, അവൻ പൂർണ്ണമായി വിടുവിക്കുന്ന കർത്താവാണ്. ആ ജീവിതത്തെ കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് മാറി നിൽക്കാതെ
മനസ്സ് മടിച്ച് നിൽക്കാതെ, വിമർശിച്ചുകൊണ്ട് നിൽക്കാതെ കർത്താവിൻ്റെ അടുക്കിലേക്കൊന്ന് വന്നേ, ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് വന്ന് യേശു നിങ്ങളെ വിളിക്കുക, കർത്താവ് നിങ്ങളെ വിളിക്കുക. സ്നേഹത്തോടെ ആ കരങ്ങൾ നീട്ടി നിങ്ങളെ വിളിക്കുക. ആ കൃപാസനത്തിന് അരികിലേക്ക് വന്നാൽ നിശ്ചയമായും ആ കർത്താവിൻ്റെ അത്ഭുതകരം, യേശുവിൻ്റെ അത്ഭുതകരം നിങ്ങളെ സ്പർശിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളോട് നീ കരുണ കാണിക്കണമേ, നീ അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളോട് സഹതാപം കാണിക്കുന്ന ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ബലഹീനതകളെ മനുഷ്യൻ എടുത്തുയർത്തി വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെ വിമർശിക്കാതെ, ക്രിട്ടിസൈസ് ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ അതിനകത്ത് സഹതാപം കാണിച്ച് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ സഹായിക്കുന്ന യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന വലിയ ദൈവിക സമാധാനം നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് വ്യാപരിക്കട്ടെ. പൂർണ്ണമായി അവരെ രക്ഷിക്കണമേ, പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ, മദ്യപാനത്തിൽ നിന്ന് രക്ഷിക്കണമേ, കടഭാരത്തിൽ നിന്ന്, യേശുവിൻ്റെ നാമത്തിൽ കടഭാരത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്, ഡിസംബർ മാസം 31 കൊട്ടാരക്കരയിൽ വെച്ച് പ്രത്യേകമായ ന്യൂ ഇയർ സർവീസ് നടക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് മീറ്റിങ്ങുകൾ ആരംഭിക്കും. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മീറ്റിംഗ്. പുതിയ വർഷം യേശുവിനോടൊപ്പമായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ PG വർഗീസ് അങ്കിളും ഡോക്ടർ PG വർഗീസ് അങ്കിളും ന്യൂ ഇയറിന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കൊട്ടാരക്കരയിൽ വരുന്നുണ്ട്. ഞാനും കർത്താവിൻ്റെ അഭിഷിക്തനുമായിരിക്കും മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യും. നിശ്ചയമായിട്ടും ഈ വർഷത്തെ ന്യൂ ഇയർ സർവീസ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും വരാനായിട്ട് തയ്യാറാകുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ. നടക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഇപ്പൊ സൗഖ്യമായോ? സൗഖ്യമായി, ദൈവം സൗഖ്യമാക്കി. ഈ കുത്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കമ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചു, എൻ്റെ കണ്ണട എടുത്ത് മാറ്റി വെച്ച് എൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുക. 2017 ഡിസംബർ മാസം 11 മുതൽ 31 വരെ കൊട്ടാരക്കരയിൽ വെച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും സുവിശേഷ മഹായോഗവും നടത്തപ്പെടുന്നു. ആത്മീയ ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരും ശാരീരികമായ സൗഖ്യവും മാനസികമായ സമാധാനവും ഒക്കെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും വന്ന് ഉപവസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരും ആത്മീയമായി വളരാനൊക്കെ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ 21 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ മഹായോഗത്തിനും പങ്കെടുക്കുക. എസ്പെഷ്യലി കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുള്ളവർ, സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ മീറ്റിങ്ങിൽ വരണം. ഈ 21 ദിവസവും നിങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാനും ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതരായ ശക്തന്മാരായ അഭിഷിക്തന്മാർ ഈ മീറ്റിങ്ങുകളിലൊക്കെയും ശുശ്രൂഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 11 മുതൽ 31 വരെ കൊട്ടാരക്കരയിൽ വെച്ച് ഈ വർഷം നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ യോഗത്തിലും നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം 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 അനുഗ്രഹിക്കട്ടെ. ഒരു ഗിദയോനെ പോലെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ. El Shaddai Ministry, Jesus is Alive Global Worship Centers in UAE, Dubai, every Friday 7 p.m. to 9 p.m. Al Majlis Hall, ground floor, Holiday Inn Hotel, Burjuman, Bur Dubai. For more details, 971-503281 988. Abu Dhabi, every Thursday 8 p.m. to 10 p.m. Room number S14, Evangelical Church Center. For more details, 971-5061
35903. English Church, every Saturday 5:30 p.m. to 7:30 p.m. Hall number F10, Evangelical Church Center. For more details, 971-5570-75950. Sharjah, every Friday 3:45 p.m. to 5:45 p.m. Union Church, Hall number 8. For more details, 971-5065-27370. Ras Al Khaimah, every Friday 11 a.m. to 1:30 p.m. Masafi Meeting Room, to live in Ras Al Khaimah Hotel, Al Nakhil. For more details, 971-5518-22567. Muzaffar, every Sunday 8 p.m. to 10 p.m. Brethren Church Center, Hall number G4. For more details, 971-50571-6828. Umal Quain, every Saturday 8 p.m. to 10 p.m. Church Complex, room number 1, Bazaar Road. For more details, 971-551-822-567. Ajman, for more details, 971-5518-22567. Align, every Saturday 7 p.m. to 9 p.m. Aladdin Restaurant Hall. For more details, 971-5290-33038. Fujairah, every Thursday 8 p.m. to 10 p.m. Middle East Cooperative Meeting Hall, Al Hail. For more details, 971-5593-90-620. Jesus is Alive Global Worship Centers in Kuwait. Mangaf, every Friday 10:30 a.m. to 1 p.m. Basement Hall, Ateb Restaurant, near to KRH Roundabout, Mangaf. For more details, 9656-5054535. Abbasia, every Friday 6:30 p.m. to 9 p.m. Raboni Hall, Al Hind Travels Building Basement, near to Nidhi Store, Abbasia. For more details, 96566279091. Salmia, every Saturday 6:30 p.m. to 9 p.m. Karbin Kala Restaurant Hall, basement of Indian Book House, Salmia. For more details, 9656279091. Jesus is Alive Global Worship Centers in Bahrain, every Friday 7 p.m. to 9:30 p.m. Kalvara Restaurant Hall. For more details, 9733-2396-562. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും